പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ അത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വചനം കേൾക്കാനായി നമ്മുടെ കാതുകളെ തുറക്കാം. ഇന്ന് വചനം പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ സാബു ബ്രദറാണ്. സാബു ബ്രദറിലൂടെ ദൈവം തമ്പുരാൻ അളവില്ലാതെ വചനം തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19:9 യേശുവിനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എപ്പോഴാണത് പറഞ്ഞത്? സക്കായുടെ മാനസാന്തരം പൂർണ്ണമായി എന്ന് യേശുവിന് മനസ്സിലായി. പേര് ചൊല്ലി വിളിച്ചപ്പോൾ തന്നെ സക്കായ്ക്ക് മനസ്സിലായി, വഞ്ചകനായ എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഈ കർത്താവ് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഇറങ്ങി വന്ന് നിന്ന് തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ഞാൻ ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി കൊടുക്കുന്നു. ദൈവമക്കളെ, പങ്കുവെക്കലിൻ്റെ ഒരു അനുഭവം, മുറിയപ്പെടുന്നതിൻ്റെ ഒരു അനുഭവമാണ്. പക്ഷെ അതിൽ സക്കായി ആത്മീയ സന്തോഷം അനുഭവിക്കുകയാണ്. അത് മനസ്സിലായി യേശുവിന്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ, അവൻ ചുങ്കക്കാരനായിരുന്നിട്ടും അവൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു. ഇന്ന് കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർന്നു വരാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ. ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോ നിത ദമ്പതികളാണ്. അവർ ഓസ്ട്രേലിയയിലാണ്. അവരുടെ എൽദോയുടെ ജോലി സ്ഥിരമായി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊരു കുഞ്ഞിനെ ദൈവം നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെയും കൂടെ സ്വർഗം കനിഞ്ഞ് അവർക്ക് നൽകാനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവമക്കളെ, നമുക്ക് മെയ് മാസം 8-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനമാണ്. 8-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം തീരുന്നു. കുടുംബമായിട്ട് ഒന്ന് ധ്യാനത്തിൽ സംബന്ധിക്കാം. അവധിക്കാലമാണ്. നിങ്ങൾ മടി കാണിക്കാതെ പ്രാർത്ഥനയോടെ ഒരുങ്ങി വരിക. എല്ലാ ശനിയാഴ്ചയും നമുക്ക് ധ്യാനമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, അതുപോലെ ശനിയാഴ്ച തിരുവചനാഗ്നി ധ്യാനം ഓൺലൈനിൽ, ഞായറാഴ്ച എവങ്കേലിയ സന്ദേശം, ഈ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ഇവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സംബന്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത കുടുംബത്തെ ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ള സകലരെയും ദൈവമേ അനുഗ്രഹിക്കണമേ. അതുപോലെ ഇന്ന് വചനം പറയുന്ന മകൻ്റെ നാവ് തീ നാവാക്കി നിർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈശോ ഇത് കാണുന്ന ഓരോ മക്കളുടെ ജീവിതങ്ങളിലേക്കും അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അയക്കണമേ. എന്താണ് ഈ ലോക ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത്? അത് കണ്ടുമുട്ടുവാനും തിരിച്ചറിയുവാനും ആ തിരിച്ചറിവിലൂടെ ജീവിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് പുത്രന് ജന്മം കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന് അമ്മ അനുഭവിച്ച ആ സഹനങ്ങൾ, ആ ജീവിത സാഹചര്യങ്ങൾ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അമ്മയെ വഴി നടത്തി. അതുപോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഓരോ മേഖലകളിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണമായ കാവൽമാലാഹമാരെ, വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, നമുക്കെങ്ങനെ ഈ ലോകത്ത് സാക്ഷി ജീവിതം നയിക്കാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഈ ലോക ജീവിതത്തെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യേശുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് ആത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ സാക്ഷ്യം. ഈ ലോകത്ത് വിശ്വാസ സമൂഹത്തിലേക്ക് കടന്നു വന്ന മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്കുമുള്ള ദൗത്യമാണ് യേശുവിൻ്റെ സാക്ഷ്യമായി മാറുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബൈബിളിലൂടെ നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആദ്യത്തെ സാക്ഷ്യമായിട്ട് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19-27 വരെ പറയുന്നുണ്ട്. യേശു പറയുന്നുണ്ട്. കാരണം യേശു നടന്നു വരുന്ന കാണുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം യോഹന്നാൻ സാക്ഷ്യം പറയുകയാണ്. യേശു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
എന്നാലത് ജനത്തിന് മനസ്സിലാവുന്നില്ല. കാരണം അവരെ പിന്നെയും യേശുവിൻ്റെ പിന്നാലെ അപ്പം കാണുവാനും അപ്പം തിന്നുവാനും അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ ദൈവാനുഭവം സ്വന്തമാക്കിയ യോഹന്നാൻ്റെ ജീവിതത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് അവൻ സാക്ഷ്യമായി മാറുന്നു. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അവൻ ശബ്ദമായിട്ട് മാറുകയാണ്. അവൻ ശബ്ദമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ തെറ്റിനെതിരെ അവൻ പ്രതികരിക്കാൻ തുടങ്ങിയാണ്. അതായത് ഹെരോദ്യ രാജാവ് ചെയ്ത തെറ്റുകൾ അവനെല്ലാം വിശുദ്ധമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ തിരുത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വീണ്ടും ആ സാക്ഷ്യമായിട്ട് മാറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സാക്ഷ്യമായി കഴിഞ്ഞതിന് ശേഷം അവൻ വിളിച്ചു പറയുകയാണ്. ലൂക്കാ സുവിശേഷം 3:8 പറയുകയാണ്, മാനസാന്തരപ്പെടുക. അപ്പം ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും അവൻ സാക്ഷ്യമായി മാറണം, അവൻ ശബ്ദമായിട്ട് മാറണം. അതുപോലെ തന്നെ അവൻ ലൂക്കാ സുവിശേഷം 3:16 അല്ലെങ്കിൽ യോഹന്നാൻ 3:30 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ എളിമപ്പെടുക. അതായത് ഒരു വ്യക്തി ഈ ലോകത്ത് എന്തിനു വേണ്ടി വന്നു, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ച അങ്ങനെ ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ ആ ജോലി പൂർത്തിയാക്കുവാൻ അവന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവൻ എളിമപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അതായത് ആത്മാവ് ഒരു വ്യക്തിയെ നയിക്കുന്നത് ഈ 3 കാര്യത്തിന് വേണ്ടിയാണ്. അതായത് എളിമപ്പെടണം, സാക്ഷ്യമാവണം, ശബ്ദമായിട്ട് മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ്, യോഹന്നാൻ വലിയൊരു പ്രത്യേക ദൈവം കൊടുത്തായിരുന്നു. അവൻ ഭയമില്ലാത്ത വ്യക്തിയായിരുന്നു. ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് ഭയമില്ലാത്ത ഒരവസ്ഥ. അതായത് ആരെയും ഭയപ്പെടേണ്ട കാര്യമല്ല. കാരണം ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ആ ഒരു വ്യക്തിയായിട്ട് യോഹന്നാൻ മാറുകയായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം 3:19 പറയുകയാണ്, തിന്മയ്ക്കെതിരെ അവൻ പ്രതികരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുടുംബജീവിതം എടുക്കുക, നമ്മുടെ സമൂഹ ജീവിതം എടുക്കുക. ഇവിടെയെല്ലാം നമ്മൾ തിന്മ കാണുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നവരല്ലേ? നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട അല്ലെങ്കിൽ വളരെ ആഴമേറി ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. എൻ്റെ കുടുംബത്ത് തിന്മ വരുമ്പോൾ ആ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ ഞാൻ പ്രതികരിച്ചില്ലെങ്കിലും ഞാൻ അതിനെ എതിരെ നിന്ന് എൻ്റെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചതിനെ നേരെയാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ അവൻ്റെ ഒരു ലളിത ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലളിത ജീവിതം നയിക്കുക. നമ്മുടെ ഈ ലോകത്ത് ഈശോ പറയുന്നുണ്ട്, സുഖലോലുപത, ലൂക്കാ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സുഖലോലുപത, ജീവിത വികൃത, മദ്യാസക്തി, ഇവ നിങ്ങളിവർ കെണി പോലെ കുടുക്കിലാക്കും. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടം കടന്നു പോകുന്നത്, നമ്മുടെ കുടുംബജീവിതം കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങളിലൂടെയല്ലേ? സുഖലോലുപത, എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥകൾ, ആഡംബരത്തിൻ്റെ ഭ്രമം, നമുക്ക് എല്ലാം അവരെന്നുള്ളതെല്ലാം എനിക്കും വേണമെന്നുള്ള ചിന്താഗതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ ശബ്ദമാണ്, ഞാൻ അവൻ്റെ അവന് വഴിയൊരുക്കാൻ വന്നവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാനുള്ള യോഗ്യത എനിക്കുള്ളൂ. ഞാൻ എളിമപ്പെട്ട, അതായത് വെട്ടുതേനും കാട്ടുകളികളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ യോഹന്നാന് മറ്റു രീതിയിൽ ഭക്ഷണം കഴിക്കാമായിരുന്നു. പക്ഷേ യോഹന്നാൻ അത് ചെയ്തില്ല. അവൻ ലളിത ജീവിതം, കാരണം അവൻ മാതൃകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു അപ്പൻ, അമ്മ, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഈ നിലയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യമായി തീരുവാൻ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്ന 4 കാര്യമാണ്. 1, ഭയം കൂടാതെ യേശുവിനെ പ്രഘോഷിക്കണം. ഭയം കൂടരുത്. കാരണം അവൻ്റെ സാന്നിധ്യം നമുക്കറിയാം. 1 യോഹന്നാൻ 4:4 എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പം ആത്മാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യോഹന്നാന് ഈ ലോകത്ത് ആരെയും ഭയമില്ലായിരുന്നു. കാരണം അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഇത് ഒരു ക്രൈസ്തവ വിശ്വാസമാണ്. 1 യോഹന്നാൻ 4:4 വീണ്ടും പറയുകയാണ്, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള വലിയവനാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വലിയവനായ ഒരു അപ്പനുണ്ട്. വലിയവനായ അപ്പൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് 2 മക്കർ 8:18 നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ അങ്കുലി ചലനം കൊണ്ട് ലോകത്തെ മുഴുവൻ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ. കണ്ടോ, ഈ ലോകത്തിൻ്റെ വേറൊന്നിലുമല്ല, സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു വിശ്വാസി ഈ ലോകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ഓരോ പ്രഭാതത്തിലൂടെയും അവൻ്റെ ഉള്ളിലേക്ക് യേശു കടന്നു വരുന്നുണ്ട്, അപ്പമായിട്ട് കടന്നു വരുന്നുണ്ട്. ആ അപ്പത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷ്യ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം നിത്യതയിലേക്ക് എത്തുന്നോടം വരെ ഈ ലോകത്ത് നമുക്ക്
ജീവിക്കുവാൻ ദൈവം തന്ന ഏക സഹായകനാണ്, വ്യക്തിയാണ്, ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പാപം ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഉപവാസവും പ്രാർത്ഥനകളും എല്ലാം വെറുതെ ആവും. അതല്ല യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്നത്. യോഹന്നാൻ സാക്ഷ്യമായി തീർന്നു, അവൻ ശബ്ദമായി തീർന്നു, അവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവന് വലിയ ബോധ്യമുണ്ടായിരുന്നു. കാരണം ഞാൻ വന്നത് അവന് വഴിയൊരുക്കാനാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ഒരു കുടുംബത്തിൽ നമ്മൾ ജനിച്ച് നമ്മൾ ഒരു കുടുംബം രൂപപ്പെടുത്തിയെങ്കിൽ അവിടെ യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സാക്ഷ്യ ജീവിതമാണ്. നമ്മുടെ സാക്ഷ്യ ജീവിതമാണ്. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ സാക്ഷ്യമായി മാറണം. ഇന്ന് അനേകം കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കുറ്റം പറയണ്ട. കാരണം ഫിലിപ്പി ലേഖനം 2:15-16 പഠിപ്പിക്കുകയാണ്, വക്രത നിറഞ്ഞതും തലതിരിഞ്ഞതും ദുഷിച്ചതുമായ തലമുറയിൽ നിങ്ങൾ കുറ്റമറ്റവരായി ജീവിക്കണം. വക്രത നിറഞ്ഞതും തലതിരിഞ്ഞതും ദുഷിച്ചതുമായ തലമുറയിൽ നിങ്ങൾ കുറ്റമറ്റവരായി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്തെ നോക്കിയിട്ട് ജീവിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. അവൻ ജീവിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചിട്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ, അതെങ്ങനെ ഈ നിയമം പാലിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് സാക്ഷ്യ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ അടുത്തൊരു വ്യക്തിയുടെ ആണ് നമുക്കറിയാം, യോഹന്നാൻ കഴിഞ്ഞാൽ നമുക്ക് പൗലോസ്ലീഹയെ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ആരെല്ലാം പ്രഘോഷിക്കുന്നു അവരെല്ലാം കൊല്ലാൻ വേണ്ടി ദമാസ്കസിലേക്ക് പുറപ്പെട്ട വ്യക്തി, എല്ലാ പണ്ഡിതൻ, വളരെ നന്നായിട്ട് നിയമം പഠിച്ചവൻ, എല്ലാം ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിനാണ് സ്വന്തമാക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ ഡമാസ്കസിലുള്ള യാത്രയിൽ അവൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ്. അല്ലെങ്കിൽ യേശു അവനെ വിളിക്കുകയാണ്. അവനെ വിളിച്ചു, അവനെ കൊണ്ട് അനന്യാസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് കണ്ണിന് കാഴ്ചയൊക്കെ എല്ലാം കൊടുത്തു. 12 വർഷം ഗോകുലിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വെളിപാട് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് വെളിപാടിലൂടെയാണ് ഇതെല്ലാം ലഭിച്ചത്. അപ്പോൾ വെളിപാട് ലഭിച്ച പൗലോസ്ലീഹ പിന്നെ പറയുന്ന വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ അവസാനിക്കാനുള്ളതല്ല ഇത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പൗലോസ്ലീഹയിൽ വന്നപ്പോൾ അതുവരെ മനുഷ്യനെ കൊന്നുകൊണ്ട് നടന്നിരുന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അതാണ് എൻ്റെ ജീവിതം. കാരണം ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്ന ഫിലിപ്പിലാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തു അനുഭവം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ പറ്റി? അല്ലെങ്കിൽ ആ ക്രിസ്തു അനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ പലതിനോടും കോംപ്രമൈസ് ചെയ്യല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കണം. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു നീതീകരണവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈശോ വഴി തെളിച്ചു തന്നു. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ദൈവത്തെ അറിയുക എന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു ചേരണം. നമ്മുടെ കുടുംബത്ത് നിയമാവർത്തന പുസ്തകം 6:7 വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും അത്യുന്നതൻ്റെ നിയമങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. അവ നിങ്ങൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ പാപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ പാപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ ഉള്ളിൽ വചനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാതെ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം അവൻ്റെ ഉള്ളിൽ വചനമില്ല. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി, ഇവ നിങ്ങളെ കെണി പോലെ കുടുക്കലാക്കും. ഇന്ന് കെണി പോലെ കുടുക്കലാക്കി നമ്മുടെ യുവജനങ്ങൾ, പ്രായത്തിലുള്ളവരൊക്കെ ഈ മദ്യപാനത്തിൻ്റെയും സുഖലോലുപതയുടെയും ജീവിതാവസ്ഥയിലാണ്. കാരണം നമുക്കറിയാം, ഈ ലോകത്ത് ദൈവം നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളും തന്നു. പക്ഷേ നമ്മൾ ഓർക്കുക, എല്ലാം എല്ലാവർക്കും നല്ലതല്ല. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാം എല്ലാവർക്കും നല്ലതല്ല, എല്ലാം എല്ലാവർക്കും പ്രയോജനമില്ല, എല്ലാം എല്ലാവരെയും പടുത്തുയർത്തില്ല. കാരണം പത്രോസിൻ്റെ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക, എന്നാൽ നിങ്ങൾ വീടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, നമ്മൾ മാതാപിതാക്കളാണ്, കുടുംബസ്ഥരാണ്, മക്കളുണ്ട്, അവർ ജോലി മറ്റു എല്ലാം ഉണ്ടെങ്കിലും യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ ഈ ലോകത്ത് വന്നതിനൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഭൂമിയുടെ അധോഭാഗത്ത് ലോകം ആരംഭിക്കുന്നതിന് മുമ്പ് നിന്നെ രൂപപ്പെടുത്തിയ നിൻ്റെ അപ്പന്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയ ദൈവത്തിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു പദ്ധതിയുണ്ട്. യെരമ്യാ 29:11 പഠിപ്പിച്ച ആ പദ്ധതി നിങ്ങളും ഞാനും തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, നമുക്ക് മതിയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ നയിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ഒരു വ്യക്തി നരകത്തിലേക്കാണ് പോകുന്നത്. അവന് നിത്യതയില്ല, അവന് നിത്യജീവനില്ല. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലോകത്തോട് മതിയെന്ന് പറയുവാൻ, നമുക്കറിയാം വിശുദ്ധരുടെ ജീവിതം, അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ അവരെല്ലാം ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 77:10 പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ അറിഞ്ഞു. കണ്ടോ, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖമേ ഉണ്ടാകുകയുള്ളൂ എന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണം രണ്ടാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. രണ്ട്, ദൈവവചനം നമുക്കറിയത്തില്ല. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള എത്ര നാൾ നമുക്ക് മുമ്പോട്ടുണ്ടോ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളിരുന്ന് ദൈവവചനം ശരിയായ രീതിയിൽ ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മർക്കോസ് 12:24 നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് സമാധാനമില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, നമുക്ക് വചനം അറിയില്ല. വിശുദ്ധ ലിഖിതം നമുക്ക് അറിയുന്നില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല. ഓർക്കുക, നമുക്ക് സാക്ഷ്യമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകം, ഈശോ പറഞ്ഞു, പിശാചിൻ്റെ കരവലയത്തിലാണ്, ദുഷ്ടൻ്റെ പിടിയിലാണ്. യോഹന്നാന്റെ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിലാണ്. അപ്പോൾ ദുഷ്ടൻ്റെ പിടിയിൽപ്പെട്ട് കിടക്കുന്ന ലോകത്തെ രക്ഷിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ദുഷ്ടൻ്റെ പിടിയിൽപ്പെട്ട എൻ്റെ കുടുംബജീവിതത്തെ എനിക്ക് നന്മയിലേക്ക് നയിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ വചനം, അതാണ് ഈശോ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ വചനമാകുന്ന വാളെടുത്ത് പിശാചിനെ തോൽപ്പിക്കുക. അതാണ് നമ്മളെ ഈശോ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷാ സമയത്ത് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലും 2 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ കടന്നു വന്നപ്പോൾ, യേശു 40 ദിവസം ഉപവാസം എടുത്തു. അതിനുശേഷം യേശുവിൻ്റെ പ്രലോഭനം കടന്നു വന്നപ്പോൾ പിശാചിനെ തോൽപ്പിച്ചത് യേശു വചനം പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ദൈവവും മനുഷ്യനുമായ ദൈവം യേശു ആ മാനുഷ്യ സ്വഭാവത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ദൈവവചനം ഉള്ളിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പാപത്തോട് നോ പറയാൻ പറ്റും. പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ദൈവവചനം ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മളിന്ന് പാപം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സാക്ഷ്യമാകാൻ പറ്റില്ല. നമുക്ക് ഈ ലോകം പറയുന്നതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം സുഖലോലുപത ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ രാജകൊട്ടാരത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, യോഹന്നാന്റെ രാജകൊട്ടാരത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തന്നു ഒരു ക്രൈസ്തവ ജീവിതം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയുള്ള നമ്മുടെ ജീവിതം നേരെ സ്വർഗത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ നമുക്കവിടെ ദാരിദ്ര്യമുണ്ട്, നമുക്കിവിടെ വേദനയുണ്ട്, നമുക്കിവിടെ സഹനമുണ്ട്, നമുക്കിവിടെ പരാജയമുണ്ട്. കാരണം ആ പരാജയത്തിലും നമ്മളെ പരാജയപ്പെടുത്താതെ പരാജയങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ള ഒരപ്പൻ എനിക്ക് നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ ഈ ധ്യാനത്തിലൂടെ, നമ്മൾ ഈ വചനശുശ്രൂഷകളെ നമ്മളെ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ പൗലോസ്ലീഹ വീണ്ടും യേശുവിന് വേണ്ടി മരിക്കുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് വല്ല ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കി അറിയാം. ആ വലിയ ബുദ്ധിമാനായ മനുഷ്യൻ, ഒരുപാട് ജ്ഞാനം ഉണ്ടായിരുന്ന മനുഷ്യൻ, പക്ഷേ എല്ലാം യേശു ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ കരുതി യേശുവിന് വേണ്ടി മരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമ്മൾ മരിക്കില്ല എന്നുള്ള ധാരണയിൽ കെട്ടിപ്പൊക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയല്ലേ നമ്മുടെ സൗധങ്ങൾ. നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വന്തമായിട്ട് എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇതാ അടുത്തയാൾ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. ഒരു സാക്ഷ്യ ജീവിതത്തിൻ്റെ ഉടമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. സക്കേവൂസ് നമുക്ക് കാണുവാൻ സാധിക്കും. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, സക്കേവൂസ് യേശുവിനെ കാണാനേ ആഗ്രഹിച്ചുള്ളൂ. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ യേശുവിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ യേശുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താനോ ഒന്നും സക്കേവൂസ് ആഗ്രഹിച്ചില്ല. സക്കേവൂസ് എല്ലാവരും പറഞ്ഞു കേട്ട ഒരു വ്യക്തി. യേശു, നസ്രായനായ യേശു, അവൻ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്, അവൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒന്ന് കാണണമെന്നൊരാഗ്രഹം അത് അവൻ്റെ ജീവിതത്തിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആ യേശുവിനെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പൊക്കം കുറഞ്ഞ വ്യക്തിയായതുകൊണ്ടും അവൻ മരത്തെ പോയി കയറുകയാണ്. എന്നാൽ ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കേവൂസിനെ നമ്മൾ പറയുമ്പോൾ യേശു അവിടെ വെച്ച് കണ്ടു എന്നാണ് പറയണത്. എന്നാൽ ഓർക്കുക, 130 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിയുടെ അധോഭാഗത്ത് സൂക്ഷ്മതയിൽ നിന്നെ രൂപപ്പെടുത്തിയപ്പോൾ ഞാൻ നിന്നെ കണ്ടു. കേട്ടോ, ഈ ലോകത്ത് ജനിച്ച ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ കണ്ടതാണ്. അന്നേ സക്കേവൂസിനെ കണ്ട് ദൈവം വിളിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സക്കേവൂസ് മരത്തിച്ചപ്പോൾ കയറി. അവിടെ ആരും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിയപ്പം യേശുവിൻ്റെ ആത്മാവ് കാണിച്ചു കൊടുത്തു. സക്കേവൂസിൻ്റെ മുകളിൽ ഇരുന്നു, തിരിച്ചു വന്നു, ഒന്നും പറയുന്നില്ല. ഈശോ ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. എൻ്റെ വീട്ടിൽ യേശുവിന് താമസിക്കുവാൻ ഞാൻ ഈശോയെ ക്ഷണിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ കടബാധ്യതകളിൽ, എൻ്റെ തന്നെ സ്വാർത്ഥതകളിലേക്ക് അതെല്ലാം മാറി ഒരു യേശു മനുഷ്യനായിട്ട് മാറുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറുവാൻ ഞാൻ യേശുവിനെ ക്ഷണിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സക്കേവൂസിനോട് യേശു പറയുകയാണ്, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ അവൻ കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്, പക്ഷേ യേശുവിനെ കാണാനുള്ള കാഴ്ച നമുക്ക് കുറവാണ്. കാരണം യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് സക്കേവൂസ് സംഭവിക്കുന്നത്. സക്കേവൂസ് വീട്ടിൽ ചെന്നു, സദ്യയൊക്കെ കൊടുത്തോ? ഇല്ല. അതിനുമുമ്പ് സക്കേവൂസ് എഴുന്നേറ്റ് എന്ന് പറയാൻ തുടങ്ങി, ഇതാ ഞാൻ എനിക്കുള്ളതെല്ലാം പങ്കുവെക്കാൻ പോവുക.
4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ അതുവരെ സമ്പാദിച്ച ഭൗതിക സമ്പത്ത് മുഴുവൻ അവൻ പങ്കുവെച്ച് കഴിഞ്ഞു. അപ്പോഴാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് യേശു പറയുന്നത്, ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടു, ഇവനും അബ്രാഹത്തിൻ്റെ മകനാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് ദൈവം തന്നു, പങ്കുവെക്കുവാൻ വേണ്ടി ദൈവം ഇഷ്ടം പോലെ തന്നു. പക്ഷേ ഇന്ന് നമ്മളത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നവരല്ലേ? നമ്മൾ പങ്കുവെക്കുന്നുണ്ടോ? നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മൾ പറയും, ഞാൻ അനാഥാലയത്തിന് അത്ര കൊടുത്തു, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിന് ഇത്ര കൊടുത്തു, പള്ളിക്ക് ഇത്ര കൊടുത്തു. എന്താ കൊടുത്തേ? നമുക്ക് മുറിയപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ, മുറിയപ്പെട്ടിട്ടില്ല. കാരണം മുറിയപ്പെടുന്നതാണ് ബലി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയത്, യേശു ക്രിസ്തു കുരിശിൽ മുറിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുക്കണം, ഞാൻ പോയ വഴിയിലൂടെ കടന്നു വരണം. യേശു പോയ വഴി സഹനത്തിൻ്റെ വഴിയാണ്. ഈ നേരത്തെ പറഞ്ഞ യോഹന്നാനും അതുപോലെ സക്കേവൂസും എല്ലാം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർ സാക്ഷ്യത്തിൻ്റെ വഴിയെ പോയി. യേശു പറഞ്ഞ വഴിയെ പോയപ്പോൾ അവർ ദാരിദ്ര്യത്തിലേക്ക് പോയി, കഷ്ടപ്പാടിലേക്ക് പോയി. പക്ഷേ അതവർക്ക് സന്തോഷമായിരുന്നു. കാരണം ആത്മാവ് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ ഓർക്കുക, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? നഷ്ടപ്പെടുത്താനുള്ളതാണ്, അവരന് വേണ്ടി. ആരാണ് ഈ അവരൻ? യേശു പറഞ്ഞു, അവൻ അവരെ സഹോദരൻ എന്ന് വിളിക്കാൻ മടിച്ചില്ല എന്ന് പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരൻ ആരാണ്? എൻ്റെ മുമ്പിൽ എൻ്റെ ഒരുപക്ഷെ ബന്ധത്തിൽപ്പെട്ടതാവാം, രക്തബന്ധമായിരിക്കാം, എൻ്റെ സഹോദരങ്ങളായിരിക്കാം, ആരായാലും വേദനിക്കുന്നവനെ സഹായിക്കുവാൻ ഞാൻ കൈമുറിയുന്നില്ലെങ്കിൽ എനിക്കുള്ളത് കൊടുക്കുന്നതുകൊണ്ട് ദൈവത്തിന് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. കാരണം അത് ദൈവം തന്നതാണ്. എന്നാൽ ദൈവം തന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപരി ബാക്കിയുള്ളത് ഞാൻ പങ്കുവെക്കപ്പെട്ട മുറിയപ്പെടുന്ന വ്യക്തി. ഇപ്പം സക്കേവൂസ് സമ്പാദിച്ചു, അവന് കൊടുത്ത ശമ്പളം ഉണ്ടാവാം, അവൻ അന്യായമായി സമ്പാദിച്ചു, എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം സക്കേവൂസ് കൊടുത്തു. അവൻ പരിപൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചു. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ അറിയാതെ കെട്ടിപ്പൊക്കിയതെല്ലാം അവൻ കൊടുത്തു കഴിഞ്ഞു. അവൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈശോ പറയുന്നത് രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മളിപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ചിന്ത എന്താണുള്ളത്? ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്, മക്കൾ വിദേശത്ത് പോയി, എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചതാണ്. ഈ മനോഭാവം അല്ലേ നമ്മളെ ഇന്ന് നയിക്കുന്നത്. ഇതെങ്ങനെ നമുക്കൊരു ദൈവാനുഭവം തരും? ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ ചുറ്റും വേദനിക്കുന്നവരെ കാണുവാൻ കണ്ണില്ല എങ്കിൽ, അവരെ സഹായിക്കുവാൻ ഞാൻ മുറിയപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ ബലി പൂർണ്ണമാകുന്നില്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു ബലിയർപ്പിച്ചത് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് കാൽവരി ബലി അർപ്പിച്ചത്. ഇന്ന് യശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി. അവൻ്റെ ശരീരത്തിൽ ഒന്നുമില്ലായിരുന്നു. ശരീരം വെറും പരിപൂർണ്ണ നഗ്നനായി കുരിശ് തറയ്ക്കപ്പെട്ടു. അവസാന തുള്ളി ചോരയും വന്ന് അവിടുന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ ഓർക്കുക, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇങ്ങനെ മരിച്ചുവെങ്കിൽ, അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ഈശോ തന്നതിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് ഒരു മുറിയപ്പെടൽ, ഒരു ഹൃദയ നൊമ്പരം എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എൻ്റെ സഹനങ്ങൾ ഇനി എനിക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞു പോകുമെന്നുള്ള ചിന്തയൊക്കെയാണ് എനിക്കുള്ളതെങ്കിൽ എൻ്റെ വിശ്വാസം നിരർത്ഥകമായി മാറി എന്നുള്ളതാണ്. കാരണം യാക്കോബ് അതാ പറയുന്നത്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും വെറുതെ വാക്കുകൊണ്ട് വർത്താനം പറയാമെന്നല്ലാതെ നമുക്ക് വേറൊരു ഗുണവും അതിനകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കേവൂസിനെ പോലെ സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവന് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് ശേഖരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവരുടെ നിലവിളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അനാവശ്യമായ നിലവിളി ഉയരാതിരിക്കുവാൻ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഈ സക്കേവൂസിനെ പോലെ കൊടുക്കാൻ പഠിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ പഠിക്കണം. വീണ്ടും നമ്മളൊരു കഥാപാത്രത്തെ കാണുന്നുണ്ട്, യേശു സാക്ഷ്യമായി മാറിയത്. ദൈവവചന ശുശ്രൂഷയിലേക്ക് സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നവരല്ല. എല്ലാം ഉപേക്ഷിക്കുവാൻ എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റുന്ന പണിയാണ് ദൈവരാജ്യ ശുശ്രൂഷ. അതുകൊണ്ടാണ് പലരും വീണു പോകുന്നത്. കാരണം എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഇല്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെ. അവൾ പാപം ചെയ്ത വ്യക്തിയാണ്, അവളല്ലേ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, എങ്ങനെയാവട്ടെ. പക്ഷേ അവൾ കണ്ടുമുട്ടുകയാണ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയൊരു മനപരിവർത്തനം അവൾ പറയുന്നുണ്ട്. കാരണം യേശു ഒരു ദർശനം അവളോട് പറഞ്ഞു, അവളെക്കുറിച്ചുള്ളൊരു ദർശനം, നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക, നിനക്ക് ജീവജലം തരാം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ദർശനം. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉള്ളതും എൻ്റെ ഭർത്താവല്ല. അവൾ പിന്നെ വേറൊന്നും അവൾ പറയുന്നില്ല. അവൾ ആ കുടം അവിടെ വെച്ചിട്ട് അവൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് എന്നിട്ട് പറഞ്ഞ വാക്ക് ഇതാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ കാണുക. അങ്ങനെ അവർ വന്ന് കണ്ടു. അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ അവനെ നേരിട്ട് കണ്ടു. കണ്ടോ ഇവിടെ? ഇതാണ് നമ്മുടെ ജീവിതം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തി അവൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അവൻ്റെ കാൽക്കൽ വെക്കണം.
പിന്നെ അവനല്ല, പിന്നെ നമ്മളല്ല നമ്മളെ നയിക്കുന്നത്, ആ യേശുവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുക. ആ ആത്മാവ് അതിൽ നിറഞ്ഞു. കാരണം അവൾ ഏറ്റു പറഞ്ഞു, ദൈവം എനിക്ക് ആ വെള്ളം തരണം, കണ്ടോ, കുടിക്കാൻ ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് അവൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരിക. പക്ഷെ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ട് യേശു ആ ജലം അവളുടെ ഉള്ളിലേക്ക് ആത്മാവിനെ വർഷിച്ചു. ആ ആത്മാവിനെ വർഷിച്ചുകൊണ്ടാണ് അവൾ ഗ്രാമത്തിലേക്ക് ഓടിച്ചെല്ലുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് അവൾ എല്ലാവരോടും പറയുന്നു യേശുവിനെ കണ്ടുമുട്ടിയെന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം മേഖലയിൽ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നന്നായിട്ട് ഒന്ന് വാ തുറന്ന് സ്തുതിക്കാൻ പോലും ഇന്ന് നമുക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് മറ്റുള്ളവരെ ഭയമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വചനപ്രവർത്തനം പോവുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയും ഞാൻ ഇവിടം വരെ പോവുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുന്നു. ബൈബിളിൽ 366 പ്രാവശ്യമുള്ള ഒരേ ഒരു വാക്ക് ഭയപ്പെടരുതെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന യേശു നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം ആർക്കും ഈ ലോകത്ത് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിശാച് നമ്മളെ മൂടപ്പെട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ മൂടപ്പെട്ട് ചിന്തയിൽ ഭയം കുത്തി നിറച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നിൻ്റെ ചുറ്റുമുണ്ട്. 90 സങ്കീർത്തനം 10 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാൻ. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ ബാധിക്കില്ല. കേട്ടോ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഒരു തിന്മയും വരുത്തില്ല എന്ന് ദൈവത്തിന് ഉറപ്പ് തരുമ്പോഴും ഈ വചനത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ വ്യക്തിപരമായ കുറേ ഭൗതിക കാര്യങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അതല്ല സാക്ഷി ജീവിതം. സാക്ഷി ജീവിതം പ്രിയപ്പെട്ടവരെ സഹനമാണ് സാക്ഷി ജീവിതം. ഒരുപക്ഷെ ഈ പള്ളിയിൽ പോകും പ്രാർത്ഥനയുമില്ലാത്ത വ്യക്തികളുടെ മക്കളൊക്കെ വലിയ സമ്പത്ത് നേടും. പള്ളിയിൽ പോകും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികളുടെ മക്കൾ ഒരുപക്ഷെ അനുഗ്രഹം പ്രാപിക്കാതെ ഇവിടെ കിടപ്പുണ്ടാവും. പക്ഷെ നമ്മൾ ഓർത്തോണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ സഹനം എൻ്റെ ഈശോ ഇന്ന് അനുവദിക്കുന്നതാണ്. ഞാനൊരു സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ മോൾ കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 വർഷം പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് പിശാച് എനിക്കൊന്ന് ചിന്തയായിരുന്നു. ഞാൻ ആ ലക്ഷ്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മോളോട് വന്നപ്പോൾ മോൾ പറഞ്ഞു എന്നാൽ പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ വേണ്ടി അവൾ പോയി ഒരു ഏജൻറ്റിനെ പോയി കണ്ടു, പൈസ കൊടുത്തു. അങ്ങനെ IELTS പഠിക്കാൻ വേണ്ടി പോയി. പരീക്ഷയുടെ തലേദിവസം കൊറോണ വന്നു, ലോക്കായി. അങ്ങനെ ആ പോക്ക് നിന്നു. കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാം. അപ്പോൾ അവിടെ വിദേശത്ത് പോകുമ്പോഴും വണ്ടി ഓടിക്കാൻ പഠിക്കണം. അപ്പോൾ എന്നാൽ പോകാമെന്ന് പറഞ്ഞ് പോയി. ടെസ്റ്റിന് പോകേണ്ട തിങ്കളാഴ്ചയാണ്. തലേദിവസം ഞായറാഴ്ച അവർ ചെടുത്തി എനിക്ക് 2 പെൺപിള്ളേരാണ്. അവർ രണ്ടുപേരും പള്ളിയിൽ പോയിട്ട് വന്ന് വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ വണ്ടി ഒന്ന് മറിഞ്ഞു. അവളുടെ കൈ എല്ല് മൊത്തം പൊടിഞ്ഞു പോയി. പ്രിയപ്പെട്ടവർ നോക്കിയേ, എൻ്റെ ഹിതം നടന്നോ? എൻ്റെ മോളുടെ ഹിതം നടന്നോ? ഇല്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് അവളെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ പ്രസവത്തിനായിട്ട് അടുത്ത മാസം പ്രസവത്തിൻ്റെ ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ പലപ്പോഴും അതാ പറഞ്ഞത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുവാൻ ചിന്തയിലൂടെ പിശാച് പ്രവർത്തിക്കും. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു നിരാശയുമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ആദ്യം പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ദൈവം ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മളെക്കുറിച്ച്. പക്ഷേ നമ്മുടെ മാനുഷികമായ ചില ചിന്തകൾ നമ്മളെ കെണിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നും പോയെന്ന് പറഞ്ഞത് നമുക്ക് കിട്ടില്ല. പകരം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി സങ്കീർത്തനം 69:13 ഈ വചനം നമ്മൾ ഓർക്കണം. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമ, തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെയും സർവ്വവിശുദ്ധന്മാരുടെയും മധ്യസ്ഥം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.